ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മുയൽ ഫ്രൈ ആണ്. ആദ്യം നമുക്ക് മുയൽ കഴുകി വൃത്തിയാക്കി കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വേവിക്കുമ്പോൾ നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി. ഇപ്പോൾ ഇറച്ചി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഉരുളി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് നമുക്ക് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് ഒരു ഹാഫ് ബോയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അരപ്പിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി നമ്മുടെ എരിവിൻ്റെ അനുസരിച്ച് 2-3 സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിനി ചേർക്കാനുള്ളത് ഗരം മസാലയാണ്. ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി. പിന്നെ നമുക്കൊരു കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം, എരിവ് ഒന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടി. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിലോട്ട് ആഡ് ചെയ്യാം. ഈ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വറ്റി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നല്ലപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ എണ്ണ ഒഴിച്ചിട്ടൊന്ന് ഡീപ് ഫ്രൈ ആയിട്ട് എടുക്കണം. അതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാതെ. വെള്ളമൊക്കെ വറ്റി നല്ല ഗ്രേവി കുറുകി ഒരുവിധം ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയും നല്ലപോലെ നമ്മൾ കൂടുതലായിട്ട് ഡ്രൈ ആവുന്നിടം വരെ ഇളക്കി കൊടുത്ത് വേണം ഡ്രൈ ആക്കി എടുക്കാൻ. അപ്പോൾ നമുക്ക് എണ്ണ പോരെങ്കിൽ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് വേണം ഇളക്കാൻ, അല്ലെങ്കിൽ അടിക്ക് കയറി അരപ്പൊക്കെ പിടിക്കും. അപ്പോൾ ഇതിൻ്റെ കളറ് മാറി ഒരു ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് കപ്പയും കൂടെ വേവിച്ച് അതിൻ്റെ കൂടെയാണ് ഞങ്ങൾ കഴിച്ചത്. നമുക്ക് കപ്പ വേറെ ഒരു അടുപ്പിലാണ് ഇട്ടത്, ഒന്ന് വെന്ത് വരട്ടെ. കപ്പയും വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചോറും കപ്പയും ഈ മുയൽ ഫ്രൈ എല്ലാം കൂടെ ചേർത്ത് കഴിച്ച് നോക്കാം. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയ്ക്ക് എല്ലാവരും ഫുള്ള് വീഡിയോയും കാണണം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണം. നിങ്ങളുടെ